ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള പലഹാരങ്ങൾക്കാവില്ല ഫാൻസ് കൂടുതലുണ്ടാവുക. നമ്മുടെ വീട്ടിലെപ്പോഴുള്ള ഏറ്റവും കുറഞ്ഞ ചേരുവ വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം കണ്ടു നോക്കാം. അപ്പോൾ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 അച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. 200 ഗ്രാമാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ശർക്കരക്ക് നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. നന്നായിട്ട് തിളച്ച് ശർക്കരക്ക് നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടിയാൽ ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്തിട്ട് വറുത്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നാൽ പാനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഇതേ നെയ്യിലേക്ക് 2 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം ഇതുപോലെ തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം പഴുത്ത പഴനെ എടുക്കാം കേട്ടോ, അതാണ് ഏറ്റവും ഇതിലേക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് വഴന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം. ഒന്ന് അവസാനം ജസ്റ്റ് ഒന്ന് സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താലും മതിയാവും. പഴമൊക്കെ വെന്ത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടിയാൽ ഇനി ഇതിലേക്ക് നേരത്തെ ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനി അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കല്ലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ചിരകി എടുത്തിട്ടുള്ള തേങ്ങയാണ്. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് വരണം. ശർക്കരയും പഴവും തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നാൽ മധുരം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് റവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ലൂസായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അരിപ്പൊടി കുറച്ചും കൂടെ അല്ലെങ്കിൽ റവ കുറച്ചും കൂടെ കൂട്ടി കൊടുത്താൽ മതിയാവും. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം അതിൽ നിന്ന് ചെറിയൊരു ബോൾസാക്കി എടുത്തിട്ട് ഇതുപോലെ വാഴയില ഇതുപോലെ സ്ക്വയറിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഇതുപോലെ നീളത്തിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇനി ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ എല്ലാതും ഇതേ രീതിയിൽ മടക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു സ്റ്റീമറിലോ അല്ലെങ്കിൽ ഇഡ്ഡലി ചെമ്പിലോ ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ മതിയാവും. അത്യാവശ്യം നന്നായിട്ട് തന്നെ ആവി വന്ന് കിട്ടിയാൽ മതി. ഓൾറെഡി റവൊക്കെ വെന്തിട്ടുള്ളതായതുകൊണ്ട് കൂടുതൽ വേവാനൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്ക് പെപ്പറിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്